ശ്രീ ഹരിവാസനം ഭാവന ഗുരു പവനപുരാധീശ നന്ദോസ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടൂർ എഴുകോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. സതീഷ് എഴുകോൺ എന്ന് പറയുന്ന ആളിന്റെ വസതിയാണ് ഇത്. ഹായ്, നമസ്കാരം. സതീഷ് അതെ അതെ, നമസ്കാരം. സതീഷ് പാട്ടൊക്കെ പാടുന്ന ഒരാളാണ് ഞങ്ങൾ കേട്ടു. പാട്ട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ, ചെറുതായിട്ടല്ല വലുതായിട്ട് പാടണം. കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിന്റെ ഇടയിലും കലാപരമായ കഴിവുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഇതുപോലുള്ള കലാകാരന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് ഉയർത്തി കാണിക്കുക, അതാണ് ഞങ്ങളുടെ. ഇത് പാട്ട് ഞാൻ ഒരുപാട് വേദികളിൽ പാടുന്ന പാട്ടുന്നതാണ്. കൂടുതലും ദാസന്റെ പാട്ടാണ്. എനിക്ക് ദാസനാണ് ഭയങ്കര ഇഷ്ടം. ദാസന്റെ ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ്. കൂടുതലും ദാസന്റെ പാട്ടാ പാടുന്നത്. അപ്പൊ ദാസേട്ടൻ പാടിയ ഒരു രണ്ടുപേരി പാടാം. മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വീണുഗാനം, കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പാട്ടുകൾ ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര ഇഷ്ടമാണ് ദാസന്റെ പാട്ട്. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ്. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഗ്യാസ് ഏജൻസി പോവാ, വണ്ടി ഓടുന്നു. ഗ്യാസ് ഏജൻസി വണ്ടി പോവാണല്ലേ? അടുത്തൊരു ഗ്യാസ് ഏജൻസി ഉണ്ട്, അജിത ഭാരത് ഗ്യാസ്. ഭാരത് ഗ്യാസിലാണ്. വലിയ ദൂരമില്ല, അടുത്താണ്. കഷ്ടപ്പാട് നിറഞ്ഞ തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഇത്തരം കലാകാരന്മാർ ധാരാളമുണ്ട്. അവർക്ക് വേണ്ടുന്നത്ര പ്രോത്സാഹനങ്ങൾ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് ഓരോരുത്തർക്കും അവരുടെ വിജയത്തിൽ പങ്കാളികളാകാം. അതുവരെ സതീഷ് സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ഒരുപാട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതെയോ? ഇപ്പൊ വർക്കുണ്ട്, വർക്കുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ ജോലിയൊക്കെയായിട്ട് ഇങ്ങനെ പോകുന്നു. കലയും ജോലി ഹൃദയങ്ങളിലൊന്നായി വീശി സുഗന്ധങ്ങൾ, ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തീണയരയന്നങ്ങൾ. ഓ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമളക്കൂജനഗാനമുദിത്തു, ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് 2 മക്കള്, വൈഫ്, ഞാന്, പിന്നെ അച്ഛനുണ്ട്. അമ്മയില്ല, അമ്മ മരിച്ചിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. 4 വർഷം ആകാൻ പോകുന്നു. പെങ്ങളുണ്ട്, മക്കളുണ്ട്. അപ്പൊ ഈ ഗ്യാസ് വണ്ടിയിൽ പോകുന്ന ഈ ജോലി തിരക്കിന്റെ ഇടയിലും പാട്ട് പാടാനുള്ള സമയം കണ്ടെത്തും. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾക്കും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? പാട്ടാണ്. ജീവിതം പാട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ ലയിപ്പിച്ച് കൊണ്ടുപോകണം. എനിക്ക് അത് തന്നെ, ഞങ്ങൾക്കും അത് തന്നെയാണ്. പാട്ട് വളരെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഒരു ജീവന്റെ ഭാവമാണ് പാട്ട്. അതുകൊണ്ട് തന്നെയാണ് പാട്ട് പാടുന്നത്. കലാകാരന്മാരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയൊരു കാര്യമാണ്. അറിയപ്പെടാതെ കിടക്കുന്ന കലാകാരന്മാർക്ക് അവർക്ക് ഒരു സപ്പോർട്ടായിട്ട്, ഒരു പ്രചോദനം, പിന്നെ താങ്ങായിട്ട്, ഒരു തള്ളായിട്ട് അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് അത് ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ അതിന് എനിക്ക് എന്താ പറയാ, ഒരുപാട് നന്ദി പറയാൻ തീരില്ല. ഒരുപാട് നന്ദിയുണ്ട്. ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. ഇത് കേൾക്കുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. പ്രോഗ്രാമുകളിലൊക്കെ പാടാറുണ്ടല്ലോ? പാടാറുണ്ട്. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് പാടുന്ന പാട്ടുകളിൽ വെച്ച് ഒരു പാട്ട്. പ്രോഗ്രാമുകളിൽ ഒരുപാട് പാട്ടുകൾ പാടാറുണ്ട്. പിട പോലെ കുണുങ്ങിനി നടക്കും, അരളിപ്പൂമിഴി കൊണ്ടു കവിതകൾ കുറിക്കും, അത് കണ്ണൻ മനസ്സാകെ പതയ്ക്കും, കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കാരണാട്ടം, പെണ്ണിൻ അടിവെച്ചു കുടഞ്ഞാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം, മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം, കടക്കണ്ണിൻ മുന കൊണ്ട് നെഞ്ചിലകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ, എന്റെ വിടയ്ക്കുന്ന കരനുള്ളിൽ മുഖത്തിൽ മധുരത്തേൻ ഒളിപ്പിച്ച കണ്ണാളെ, എന്നെ കുടുക്കിയ പൂമോളെ. പാടുന്ന കേശു ഈ വീടിന്റെ നാഥൻ എന്ന ഫിലിമിനകത്തെ ഒരു പാട്ട് അത് പാടുന്നുണ്ട്. സ്റ്റേജിലെ പ്രോഗ്രാം പാടുന്നൂക്കാറ്റിൽ ഒരു കുഞ്ഞാഞ്ഞിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാ കിളിക്കൂട്, ഒന്നാം കിളിപ്പാട്ടിൽ കഥ ചൊല്ലിടും ആ കാറ്റിൽ, ഒന്നായൊന്നിച്ചാടി
ചെറുവണ്ണാങ്കിളിക്കൂട്ടം ചില്ലാടുമാമേട്ടിൽ ഒരു വെൺകാഞ്ഞിരപ്പോട്ടിൽ ഒന്നാം കിളി കണ്ടു തൊടു പൊന്നാണയത്താലം പുന്നാരപ്പൂ കാട്ടിൽ ഒരു കുഞ്ഞാഞ്ഞിളിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളിക്കൂട്. ചാറ്റ് പോലെ ഓരോരുത്തർക്ക് നമ്മള് കളക്ട് ചെയ്തിട്ട് നമ്മളെ കളക്ട് ചെയ്തിട്ടേ അതെന്ന് വെച്ചാൽ ആരും കൊടുക്കാനും വാങ്ങിക്കാനും അത്ര ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് കഴിയുന്നവർക്ക് നമ്മൾ അങ്ങനെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഫുഡായാലും തുണികളായാലും അങ്ങനെ നമ്മൾ ചെയ്ത് അങ്ങനെ തീർച്ചയായിട്ടും നമുക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ജോലി കിട്ടാത്ത ആൾക്കാർ ഒരുപാട് പേര് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സഹായം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടുതൽ അതും ചെയ്യുന്നുണ്ട്, ചെറിയ ചാറ്റി അങ്ങനെ ചെയ്യുന്നുണ്ട്. സൂചന പേര് സുഖ. അപ്പൊ ദാസന്റെ മാരിയ രണ്ടുപേരി ശ്ലോകം ഞാൻ പാടാം. മഞ്ജുള മലർന്നുള്ളി മാല കൊരുത്തതും മീരയായി നെഞ്ചോടു ചേർത്തതും മഞ്ജുള മലർന്നുള്ളി മാല കൊരുത്തതും ഭക്തി മീരയായി നെഞ്ചോടു ചേർത്തതും സ്വരസാഗര സ്വരസാഗര കൃഷ്ണ വയ ശ്രീധര കോരിപൂക്കും മറുതാപനയ മാധവം ശ്രീ ഹരിവാസനം ഭാവന ഗുരു പവനപുരാധീശ നമ്മുടെ ദാസേട്ടൻ പാടിയ മിന്നാമിനിന്റെ നുറുങ്ങോട്ട എന്ന ചിത്രത്തില് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി എന്റെ ഫേവറേറ്റ് പാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയാം കുടഞ്ഞേതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അടുത്തത് ദാസനും പാടിയാണ് നമ്മുടെ കന്മതത്തിനകത്തെ പാട്ട് മഞ്ഞക്കിളി. ആ പാട്ട് മഞ്ഞക്കിളിയുടെ മോളി പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തുണ്ടേ. മഞ്ഞക്കിളിയുടെ മോളി പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തുണ്ടേ. തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ. വലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മോളി പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറി കാവടി ചിന്തുണ്ടേ. ഇളയാണ് ഇളയമോള. എത്ര പഠിക്കുന്നേ? 9. ഇനി മൂത്ത ആള് പ്ലസ് ടു കഴിഞ്ഞു. മോന പ്ലസ് ടു കഴിഞ്ഞിട്ട് മൊബൈൽ പഠിക്കും. മോള് പാടുവോ? ആ മോള് ചെറുതായിട്ടൊക്കെ പാടും. അപ്പൊ മോളുടെ ഒരു പാട്ട് നെല്ലിന്റെ പോലെ നാടും പോലെ ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തിനു പാടണ് പാട്ടു കേട്ട് നീ ഉറങ്ങ്. മലർനിലാവിൻ പൈതരേ മൊഴിയിലു തീരും മണിച്ചിലമ്പിൻ കൊഞ്ചരേ. മലർനിലാവിൻ പൈതരേ മൊഴിയിലു തീരും മണിച്ചിലമ്പിൻ കൊഞ്ചരേ. മലർപ്പന്തലിൽ മഞ്ചലിൽ മൗനമായി മയങ്ങുന്നതും കാത്തു ഞാൻ കൂട്ടിരുന്നു. അറിയാതെ നിന്നിൽ ഞാൻ വീണടിഞ്ഞു ഉയിർപ്പങ്കിലി എന്നു നീ യാത്രയിൽ നീ നിഴൽ പാടു ഞാനല്ലയോ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമേറ്റുന്നു ഞാൻ. അപ്പൊ സതീഷ് ഇത്ര നേരം കുറെ പാട്ടുകൾ ഞങ്ങൾക്ക് പാടിത്തന്നു, വളരെ സന്തോഷമുണ്ട്. അപ്പോ നന്ദു സുഹൃത്തിന്റെയും പ്രേക്ഷകരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു.